അതെ, ഈ കാറിനകത്തിരിക്കുകയാണ്. വെട്ടം കുറവാണ്, നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെട്ടം കുറവാകുന്നതിൻ്റെ ഒരു ഇത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അധികം വെട്ടമില്ല. മറ്റേത് സാധാരണ ഞാൻ പുറത്ത് പോയിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോൾ കാറിനകത്ത് ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനേ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 2-3 ദിവസമായി. ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കണ്ടതാണ് FBയിൽ. ഒരു പാസ്റ്റർ, പുള്ളിക്കാരൻ ഒരു മതപ്രഭാഷകൻ, ക്രിസ്ത്യൻ മതപ്രഭാഷകൻ. അദ്ദേഹം ഈ പേഴ്സ് ഉള്ളവർ, അതായത് സ്തോത്രക്കാഴ്ച എടുക്കുന്നില്ല, പകരം എല്ലാവരുടെയും പേഴ്സ് ഒന്ന് ഉയർത്തിപ്പിടിച്ചതെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കണക്ക് പറഞ്ഞ്, ഈ പലിശക്കാരൊക്കെ പറയുന്നത് പോലെ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന. 1000 എടുക്ക്, 2000 എടുക്ക്, 500ൻ്റെ ആവശ്യമില്ല, 500 വേണ്ട. കാരണം 500 വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2000 തരാനിരിക്കുന്ന ഒരു 500 വന്നിട്ട് പോവും. അതുകൊണ്ട് 500 വേണ്ട, 1000 2000 എടുക്കാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ രാവിലെ ഞാൻ കാണുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് എന്താണെന്നറിയോ? ഈ വിഡ്ഢികളായിട്ടുള്ള വിശ്വാസികളോട് ഇനി ഈ ലോകം, ഞാൻ പറഞ്ഞ മനസ്സിലായോ, എങ്ങനെ തിരുത്താൻ പറ്റും ഇവരെ? ഈ വിഡ്ഢികളെയൊക്കെ എങ്ങനെ തിരുത്താൻ പറ്റും? അയാൾ കൈ ഉയർത്തി പേഴ്സ് ഉയർത്തി പിടിക്കുന്ന പറയുമ്പോൾ സ്വന്തം പേഴ്സ് എടുത്ത് ഉയർത്തി പിടിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഡോക്ടറുണ്ട്. അതാണ് കോമഡി. ഒരു ഡോക്ടറുണ്ട്. ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട് എത്ര രൂപയാണ്. അപ്പോൾ പറയുന്നുണ്ട് 2000 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ കുറച്ച് ക്ഷീണത്തിലൊക്കെ ആയിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസം ഉള്ളവനാണ് ഈ നമ്മളൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പോട്ടെ, അവന് കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാം. പക്ഷെ വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറിൻ്റെയൊക്കെ ലെവലിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാര കാര്യമല്ല അല്ലേ? അത്രയും ഒരു ഡോക്ടറെ പോലൊരാൾ, ശാസ്ത്രം പഠിച്ച ആൾ അല്ലേ? ഒരു ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പഠിച്ച ആൾ, മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കിയ, അല്ലെ മനുഷ്യൻ്റെ ജീവനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് അതിനകത്ത്. അപ്പം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കണേ, ഇതെന്തൊരു ലോകമാണ്. ഇനി ആരെ കൊണ്ട് തിരുത്താൻ സാധിക്കും ഇവരെയൊക്കെ? ആര് പറഞ്ഞാൽ കേൾക്കും? സത്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഭൂമി വന്നേച്ചും പറയാണ്, ഇതൊന്നും എൻ്റെ ഭാഗമല്ല, ഞാനല്ല ഇതിന് കാരണം, അല്ലെങ്കിൽ എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ പോലും ഈ വിശ്വാസികൾ വിശ്വസിക്കത്തില്ല. അവരപ്പോഴും ഇതുപോലുള്ള കള്ള പാസ്റ്റർമാരും ഈ പറയുന്ന പോലെ മതപ്രഭാഷകന്മാരും ഈ വൈദികന്മാരും ഇതുപോലുള്ള പൂജാരിമാരും ഒക്കെ പറയുന്നതിൻ്റെ പുറകെ അവർ പോകുള്ളൂ. യഥാർത്ഥ ദൈവം ഇറങ്ങി വന്നാൽ പോലും ഇനി ഇതുങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ എല്ലാം കാരണം ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ തക്കതായ ഒരു നിയമ നടപടി എടുക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഒരു തലമുറയെ വഞ്ചിക്കാനല്ല നമ്മൾ ശരിക്കും ശ്രമിക്കേണ്ടത്. എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് എത്രയോ ലഹളകൾ ഉണ്ടാക്കിയ നാടാണ് നമ്മളത്. ഏറ്റവും വലിയ വിപ്ലവം നടത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മതം വളർന്നുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ മതം വളർത്തി, അല്ലെങ്കിൽ മതം ഒരാളുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്കെതിരെയാണ് നമ്മൾ ശരിക്കും യഥാർത്ഥ വിപ്ലവം നടത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു തലമുറ തന്നെ വഞ്ചിക്കപ്പെടുകയാണ്. എത്ര വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവനാണെന്ന് പറഞ്ഞാലും, ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് അവന് തിരിച്ചറിവില്ലാത്ത പ്രായത്തിലാണ് അവൻ്റെ തലയിൽ ഈ മതം കുത്തിക്കയറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ അറിവിൻ്റെ വെളിച്ചം അവൻ്റെ തലയിലേക്ക് വന്നാൽ പോലും അവൻ ഇതിൽ നിന്ന് ഒന്ന് പിന്മാറാനോ അല്ലെങ്കിൽ അവൻ അതിൽ നിന്നൊന്ന് മുക്തി നേടാൻ സാധിക്കത്തില്ല. കാരണം അവൻ്റെ കുട്ടിക്കാലം മുതലേ, അവൻ തിരിച്ചറിവില്ലാത്ത പ്രായത്തിലേ മുതൽ അവൻ്റെ തലയിൽ ഇത് കയറിപ്പോയി. നമുക്കറിയാം, മദ്യപാനം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അപകടമാണെന്ന് കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ ഈ ലോകത്ത് മദ്യപാനം എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പറയാനായിട്ട് ഈ ലോകത്ത് ഒരു കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ മദ്യപാനത്തിനെ കുറിച്ച് മാത്രം പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ലഹരി വസ്തുക്കളുണ്ട്, അതേക്കുറിച്ച് പറയുന്നില്ല. മദ്യപാനത്തെക്കുറിച്ച് സിമ്പിളായിട്ട് പറയാം, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സാധനമായതുകൊണ്ടാണ്. അപ്പോൾ മദ്യപാനം അപകടമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കുടിക്കുന്നത് അല്ലേ? അറിഞ്ഞുകൊണ്ടല്ലേ കുടിക്കുന്നത്. അപ്പോൾ മദ്യം അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് കുടിക്കുന്നത് പോലെ തന്നെയാണ് മതത്തിൽ ഭൂരിഭാഗം പേരും. എനിക്കറിയാവുന്നത്, ഞാൻ പറഞ്ഞത്, ഞാനൊരു വിശ്വാസിയായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ വിശ്വാസിയല്ല. പക്ഷെ മതത്തിൽ നമ്മൾ അതിൽ അകപ്പെട്ടു പോയത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൽ അഡിക്റ്റായി പോയത് കൊണ്ട് മാത്രമാണ് നമ്മളതിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. ഈ മിഥ്യയും ഈ മായയും ഇത്തരം കാര്യങ്ങളും മന്ത്രവാദവും ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നതാണ്. കാരണം എന്താ പറയുക, ചെറുപ്പം മുതൽ, ഓർമ്മയില്ലാത്ത പ്രായം മുതൽ, ഈ തിരിച്ചറിവില്ലാത്ത പ്രായം മുതൽ നമ്മുടെ തലയിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾക്ക് എത്ര അറിവിൻ്റെ വെളിച്ചം നമ്മൾക്ക് കിട്ടിയാലും, വിദ്യാഭ്യാസം കിട്ടിയാലും, ലോകപരിചയം ഉണ്ടായാലും, ഇത് നമുക്കെടുത്ത് കളയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറി നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു.
ആ ഡോക്ടർക്ക് പറ്റിയ അദ്ദേഹം വിദ്യാഭ്യാസം സ്വീകരിച്ചു, അദ്ദേഹം ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെറുപ്പം മുതലേ വന്ന് കയറിയ ഒരു പ്രശ്നമാണിത്. അത് അദ്ദേഹത്തിന് പുറന്തള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് എന്താ പറയുക, എല്ലാ അറിവും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഈ പറയുന്ന ഡോക്ടർ ആകുന്നതിന് മുമ്പേ, അറിവുണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ തലയിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത ഒരു ധാരണയാണത് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അദ്ദേഹത്തിന് അതിനെ ഇറക്കി വിടാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അറിവില്ലായ്മയെ അല്ലെങ്കിൽ ഈ ഒരു ലഹരിയെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആ കണ്ട വീഡിയോ. സോറി. അപ്പം നമ്മളാ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നതാണ്. അതായത് എത്രയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാമെങ്കിലും, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ ചെന്നിട്ട് നിങ്ങളൊരാൾ പറയാണ് ഞാൻ വരുന്ന വഴിക്ക് ദൈവത്തെ കണ്ടു, ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? എത്ര പേര് വിശ്വസിക്കും? പള്ളിയിൽ അച്ഛനോട് പോയി പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കത്തില്ലല്ലോ. അച്ഛോ ഞാൻ ദൈവത്തെ കണ്ടായിരുന്നു, ഞാൻ വരുന്ന വഴിക്ക് ദൈവത്തെ കണ്ടു, ദൈവം പറഞ്ഞ് അച്ഛനോട് 500 രൂപ മേടിച്ചോളാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസിക്കുക? അച്ഛൻ വിശ്വസിക്കുക? അച്ഛൻ വിശ്വസിക്കത്തില്ല. അച്ഛൻ പറയുന്നത് എന്തായിരിക്കും? ഒന്ന് പോടാ, നീ വെറുതെ ആളെ പറ്റിക്കുക, അത് പോടാന്ന് പറയും അല്ലേ? സത്യമതല്ലേ? കാര്യം എന്താണ്? അച്ഛനറിയാം അങ്ങനെ കാണാൻ പറ്റത്തില്ലെന്ന്. അതിന്റെ കാരണം എന്താണ്? ഇതിങ്ങനെ ഉറച്ചു പോയൊരു വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസം മാത്രമാണ് അതിന്റെ ഉള്ളിൽ ജീവിച്ചു പോകുന്നതല്ലാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല, ഇത് മായയാണെന്നും ഇത് ആളുകൾ എഴുതി വെച്ചതാണെന്നും അല്ല, ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്നൊക്കെ എല്ലാവർക്കും ഉള്ളിൽ ബോധമുണ്ട്. മദ്യപാനം അപകടമാണെന്നും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ദൈവം ഇല്ല എന്നും ദൈവത്തെ വിളിച്ചാൽ വിളിക്കില്ല എന്നും ദൈവം പ്രത്യക്ഷപ്പെടില്ല എന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവത്തെ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ലഹരിയെ അല്ലെങ്കിൽ നമ്മൾ അതിൽ അഡിക്റ്റ് ആയി പോയതിനെ ചൂഷണം ചെയ്യാനായിട്ട് കുറെ പേര് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന ആളുകളെ, ഈ പറയുന്ന മൈക്ക് എടുത്തുകൊണ്ട് പിന്നെ 10,000-കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് പേഴ്സ് എടുക്ക്, മാല എടുക്ക്, വളയെടുക്ക്, പണം എടുക്കുക എന്ന് പറയുന്ന ആളുകളുടെ കൈവെള്ളം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കൈവെള്ളയിൽ അധ്വാനിച്ചതിൻ്റെ ആയിട്ടുള്ള ഒരു പാടും ഉണ്ടാകത്തില്ല അവൻ. ആ മൈക്ക് പിടിച്ചതിന്റെ തഴമ്പ് പോലും ചിലപ്പോൾ കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ അധ്വാനിച്ച് ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അധ്വാനത്തിലൂടെ ജീവിക്കാനാണ്. ഈ പറയുന്ന ആളുകൾ ജനിച്ചിട്ട് ഇതുവരെ അധ്വാനം എന്താണെന്നോ, വിയർപ്പ് എന്താണെന്നോ, അല്ലെങ്കിൽ അതിന്റെ വിശപ്പിന്റെ വില എന്താണെന്നോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണെന്നോ ഒന്നും ഇവർ അറിഞ്ഞിട്ടില്ല. കാരണം അത് അറിയാത്തതിന്റെ കാരണം എന്താ അറിയോ? അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ കള്ളത്തരമാണ് അവർ പണിയെടുക്കാതെ. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ 10 പേര് പണിയുന്നുണ്ടെങ്കിൽ 2 പേര് കള്ളന്മാരായിരിക്കും. 10 പേര് പണിയുന്ന കൂട്ടത്തിൽ 2 പേര് കള്ളന്മാരായിരിക്കും. ആ 8 പേര് പണിയുന്ന പണിയുടെ കൂട്ടത്തിൽ യുവന്മാരുടെ കള്ളത്തരം കൂടെ ചേർന്ന് പോകും. അപ്പം മൊത്തം 10 പണിക്കാരെ നിർത്തി 10 പണിക്കാരും ഭംഗിയായിട്ട് പണിതു. 2 കള്ളന്മാരായിരിക്കും. പക്ഷെ ആ കള്ളന്മാർക്കായിരിക്കും അവിടെ വാല്യൂ. ആ 2 അവിടെ വാല്യൂ. കാരണം മുതലാളികൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുന്ന ഈ 2 ഗൾഫിൽ പോയവർക്കറിയാം, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്തവർക്കറിയാം. ബാക്കി 8 പണിയെടുത്തവന്മാരും മണ്ടന്മാരാ. ഈ 2 ഓരോ കാര്യങ്ങൾ മണിയടിച്ച് എത്തിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കും പണിയെടുക്കാതെ. എന്ന് പറയുന്നത് പോലെയാണ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് 10 പൈസയുടെ പണിയെടുക്കാതെ പണിയെടുക്കുന്നവന്മാരുടെ കയ്യിൽ നിന്ന് പൈസ ഊറ്റിയിട്ട് ജീവിക്കുന്ന ആളുകളെ ഇവര്. എടുത്തു നോക്കി നിങ്ങൾ ഏത് പിന്നെ ധ്യാന കേന്ദ്രത്തിലായിക്കോട്ടെ, ഏത് പള്ളിയിലായിക്കോട്ടെ, എവിടെ പോയിക്കോട്ടെ, പൈസ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ അവിടെ ഒരു കാര്യം നടക്കത്തില്ല. അല്ല, ദൈവം വെളിച്ചമാണെന്നല്ലേ പറയുന്നത്? ദൈവം വെളിച്ചമാണെന്നാണല്ലോ പറയുന്നത്. ദൈവം വെളിച്ചമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന പോലെ ഈ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം ഇത്രയും ലൈറ്റും സജ്ജീകരണങ്ങളും അറേഞ്ച്മെന്റ്സും ഒക്കെ ഉണ്ടാകുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അവിടെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം എന്താണ്? ദൈവം വെളിച്ചമല്ലേ? ദൈവത്തിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ദൈവം ഈ പറയുന്ന ഇത്രയും ബൾബുകളും കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ അതിന്റെ ആവശ്യം എന്താണ്? ദൈവത്തിന് ഇപ്പൊ സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. ദൈവം ഉള്ളിടത്ത് വെട്ടം ഉണ്ടാകണ്ടേ? ആ ഇലക്ട്രിസിറ്റി ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയേ. കൂരാക്കൂരിട്ടായിരിക്കും അതിനകത്ത്. ഈ പറയുന്നത് പോലെ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലെല്ലാം കൂരാക്കൂരിട്ടായിരിക്കും. നമ്മൾ ഒരുപാട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം നിസ്സാരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? കാലാകാലങ്ങളായിട്ട് അയ്യപ്പന്റെ സ്വത്തുക്കൾ അടിച്ചോണ്ട് പോയി, എന്നിട്ട് അയ്യപ്പൻ അറിഞ്ഞില്ലെന്നുള്ളതാണ്. സ്വന്തം സ്വത്ത് സംരക്ഷിക്കാൻ പറ്റാത്ത അയ്യപ്പൻ എങ്ങനെയാണ് നാട്ടുകാരുടെ സ്വത്ത് സംരക്ഷിക്കുന്നത്? അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ വഹിക്കാനായിട്ട്, ഞാൻ ഒരിക്കലും ദൈവങ്ങളെ അല്ല പറയുന്നത്, ദൈവങ്ങളെ പറഞ്ഞ് അല്ലെ ദൈവങ്ങളെ വേർതിരിച്ച് കുറ്റപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് ആരും പൊങ്കാല ഇടണ്ട. ഞാൻ പറഞ്ഞത് ദൈവങ്ങളുടെ പേരിൽ പറ്റിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എനിക്ക് ദൈവങ്ങളെ കുറിച്ച് പറയാൻ പേടിയാണ്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ദൈവത്തെ പേടിയില്ല, ചില വിശ്വാസികളെ എനിക്ക് പേടിയാണ്.
കാരണം എന്ന് പറഞ്ഞാൽ ചില വിശ്വാസികൾക്ക് അവർ ഈ ലോകത്തെങ്ങുമല്ല, അവർക്ക് കിളി പോയിരിക്കുകയാണ്. മനസ്സിലായോ? പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാതെ ദൈവത്തെ പഴിചാരി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ എന്നെ പിന്നെ കൊല്ലാൻ പോലും മടിക്കാത്ത ആളുകളുണ്ടാവും. അവർക്ക് ദൈവമാണ് വലുത്, അല്ലാതെ മനുഷ്യനും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവങ്ങളെ പറഞ്ഞല്ല, ദൈവങ്ങളെ പറയാൻ എനിക്ക് പേടിയാണ്. എനിക്ക് ദൈവങ്ങളെ പറയാൻ പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ പറഞ്ഞാൽ ദൈവം വന്ന് ശിക്ഷിക്കത്തില്ല, കാരണം ദൈവമില്ല. പക്ഷേ ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന കുറെ ആളുകളുണ്ട് കിളിപോയി. അവർ ചിലപ്പോൾ വന്ന് എന്നെ എന്തെങ്കിലും ചെയ്യും. നമ്മൾക്കറിയാം, അങ്ങനെ ചെയ്ത ചരിത്രങ്ങളുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. അതിന്റെ ഫലം അനുഭവിച്ച വ്യക്തി നിരീശ്വരവാദിയെ മാറുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടാണ്. വ്യക്തമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, നമ്മളിതെല്ലാം കണ്ടാണ്. കൊച്ചിൻ ഹ്യൂമാൻസ് കോളേജിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാരണം ഇതാണ്, ഇതുപോലുള്ള പാസ്റ്റർമാരും ഇതുപോലുള്ള പണിയെടുക്കാത്തവന്മാരെ എന്തിന് നമ്മൾ തീറ്റിപ്പോറ്റണം? നമ്മൾ ഉയർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് നമ്മൾ ഇവരെയൊക്കെ എന്തിന് തീറ്റിപ്പോറ്റണം? നിങ്ങൾക്ക് ദൈവത്തെ വിളിച്ചോ, നിങ്ങളെല്ലാവരും ദൈവത്തെ വിളിച്ചോ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു മുറി ഉണ്ടാക്കിയിട്ട് ഏകാന്തത, അവിടെ ഒരു ഏകാന്തതയാണല്ലോ ഇതിന് ആവശ്യം, അല്ലേ? ഏകാന്തമായിട്ടിരുന്ന് വിളിക്കുക എന്നുള്ളതാണല്ലോ, ഒരു ശല്യമില്ലാതെ ഒറ്റയ്ക്ക്. മനസ്സിലായോ? അപ്പോൾ അതിന് നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഒരു മുറി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന് ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ട്, ഇല്ലെങ്കിൽ പുറത്താരെങ്കിലും പോകുമ്പോൾ ഒറ്റയ്ക്ക്. ഇപ്പോൾ നമ്മൾക്കറിയാം, ബൈബിളിലെ ഒരു ചരിത്രം പറയുന്നത് യേശു ശിഷ്യന്മാരുമായിട്ട് മലയുടെ മുകളിൽ പോയിട്ടിരുന്ന് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക്, അതും ദിവസങ്ങളോളം ധ്യാനിച്ചായിട്ടൊന്നും പറയുന്നില്ല, കുറച്ച് നേരം വല്ലതായിരിക്കും. ഇതാണ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ മതവിശ്വാസിയായിരുന്നു. എനിക്ക് അന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ചിന്തിക്കുന്നതാണ്, അന്ന് ഈ നമ്മൾ ആരെയാണോ എന്താ പറയുക, ആരുടെ അനുയായിയാണോ നമ്മൾ, ആ വ്യക്തി, നമ്മളുടെ നേതാവായിട്ട് നമ്മൾക്ക് തോന്നിയ ആ വ്യക്തി പോലും ഈ പറയുന്ന പോലെ 24 മണിക്കൂറും ധ്യാനമെന്നോ പ്രാർത്ഥനയെന്നോ പറഞ്ഞ് നടന്നതോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചാട്ടോ ഒരു ബൈബിളിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ വരുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ നമ്മൾ എന്തിനു വിശ്വസിക്കണം? ഇവരെങ്ങനെ ഇടനിലക്കാരായത്? എനിക്കതാ മനസ്സിലായത്. ഇവർക്ക് എന്ത് അനുഗ്രഹം കിട്ടിയിട്ടാണ് ഇവർ ഇടനിലക്കാരായത്? ഇവർക്ക് ആരനുഗ്രഹം കൊടുത്ത്? ഒരപ്പന് 3 മക്കളുണ്ടെങ്കിൽ, അല്ലെ 4 മക്കളുണ്ടെങ്കിൽ, അല്ലെ 5 മക്കളുണ്ടെങ്കിൽ ഒരാളാണോ തീരുമാനിക്കുന്നത് ബാക്കിയുള്ള 4 പേരുടെയും കാര്യങ്ങൾ? അപ്പൻ്റെ നിന്ന് കിട്ടേണ്ട, മക്കൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ ഒരാളാണോ അതിനകത്ത് മീഡിയേറ്ററായിട്ട് നിൽക്കേണ്ടത്? യഥാർത്ഥ നല്ല അപ്പനാണെങ്കിൽ 4 മക്കളെയും ഒരേപോലെ കാണും, 4 പേർക്കും ഒരേപോലെ കൊടുക്കും. ഒരാൾ അതിനകത്ത് മീഡിയേറ്റർ ആകാൻ ശ്രമിച്ചാൽ പറയും, എനിക്ക് എല്ലാ മക്കളും ഒന്നാണ്, നീ നിന്റെ കാര്യം നോക്കുക, നിന്നെയും എല്ലാവരെയും പോലെ തന്നെ എനിക്കെന്ന് പറയും. അല്ല, ഒരാൾ മാത്രം ചേർത്ത് നിർത്തിച്ച് ബാക്കി 3 പേർക്കും കൊടുക്കേണ്ട ആനുകൂല്യം ഇയാൾ വഴിയാണോ കൊടുക്കുന്നത്? അതെന്ത് ന്യായമാണ്? അങ്ങനെ ഒരു അപ്പനെ ആരും അംഗീകരിക്കത്തില്ല. മക്കളെ പലതട്ടിൽ കാണുന്ന അപ്പനെ ആരും അംഗീകരിക്കുന്ന? അപ്പൊ ഇത്തരം ആളുകൾ വന്നേച്ചും ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ ദൈവത്തിന്റെ ആളാണ്, എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹം മേടിച്ചു തരാൻ സാധിക്കും, നിങ്ങൾക്ക് രോഗശാന്തി തരാൻ എന്നെ കൊണ്ട് സാധിക്കും, ദൈവനെ ഏൽപ്പിച്ചാന്ന് പറഞ്ഞാൽ ഇവന്മാർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കത്തില്ലേ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവസൃഷ്ടിയാണെന്നും? അങ്ങനെയാണല്ലോ മതം പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവന് മാത്രം എന്തുകൊണ്ട് ദൈവം പ്രത്യേകത കൊടുത്തു എന്ന് ചിന്തിക്കണ്ടേ? നമുക്ക് എന്തുകൊണ്ട് ദൈവം തന്നില്ല എന്ന് ചിന്തിക്കണ്ടേ? അപ്പൊ അങ്ങനെ മക്കളെല്ലാം ഒന്നായിട്ട് കാണാത്ത ദൈവത്തിന് എന്തിനു പിന്നെ നിങ്ങൾ വിളിക്കണം? അപ്പൊ മനസ്സിലാക്കേണ്ടതാണ് കപടതയും കള്ളത്തരവും. ഈ കപടതയും കള്ളത്തരവും കാണിച്ച് 10 പൈസയുടെ പണിയെടുക്കാതെ കോടികൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. സമാധാനവും സന്തോഷവും, ഒരു പാട്ട് കേട്ടാൽ നമുക്ക് തോന്നുന്ന ആ ശാന്തിയും സമാധാനവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളിലേക്ക് വരുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് വരുന്നത്. ഒരുപക്ഷെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു സമാധാനവും സന്തോഷവും മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല. കാരണം എന്താണ്? രണ്ട് ശരീരമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന വികാരം, എനിക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ്, എനിക്ക് തോന്നുന്ന സമാധാനം മറ്റൊരാൾക്ക് തോന്നാത്തതിന്റെ കാരണം അതാണ്, ആ വ്യക്തി വേറൊരു ശരീരമാണ്, അയാളുടെ ചിന്ത വേറെയാണ്. എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, സിനിമ കാണുമ്പോഴായിരിക്കും എനിക്ക് സമാധാനം കിട്ടുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് സ്വയം വരുന്നതാണ് ഈ സമാധാനവും സന്തോഷവും ആത്മശാന്തിയൊക്കെ. അത് ദൈവത്തെ വിളിച്ചാലാണ് എന്ന് നമുക്കൊരു തോന്നലാണ്. ആ ഒരു തോന്നലിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ആ ദൈവത്തെ വിളിച്ചാൽ സമാധാനം എന്ന് പറയുന്നത് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. കിട്ടിക്കോട്ടെ, അത് നല്ല കാര്യമാണ്, അതിനകത്ത് ഓക്കെ, അതായിക്കോ. ശാന്തിയോ സമാധാനമോ ഒക്കെ അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, വർഷിക്കുന്നുണ്ടെങ്കിൽ അത് മേടിച്ചോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് ഇതുപോലുള്ള കള്ളന്റെ കൊള്ളക്കാരനൊക്കെ കൂടെ പോയിട്ട് അവന്മാർ പറയുന്ന പേഴ്സ് എടുക്ക്, 1000 എടുക്ക്, 500 എടുക്ക്, 2000 എടുക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് അതേപടി ഒരു ഡോക്ടർ ഉൾപ്പെടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും മാത്രം അഡിക്റ്റ് ആയിട്ടല്ലേ,
അത്രയും മാത്രം തിരിച്ചറിവില്ലാതെ അന്ധതയിലേക്ക് പോയിട്ടല്ലേ. ഗുരു എന്ന് പറയുന്ന സിനിമ, മോഹൻലാലിന്റെ സിനിമ നമ്മൾ കണ്ടതാണ്. ആ സിനിമയിൽ നമ്മൾ എന്താണ് കണ്ടത്? അതൊക്കെ ഒരു പാഠമാണ്. അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഈ പണിയെടുക്കാൻ നടക്കുന്ന ഇത്തരം ആളുകളെ ദയവ് ചെയ്ത് അവരുടെ തിരിച്ചറിവില്ലായ്മയാണത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങൾ പോയി തൊഴിൽ ചെയ്യൂ. നിങ്ങൾ തൊഴിൽ ചെയ്ത് 10 രൂപ വരുമാനം ഉണ്ടാക്കി ജീവിക്കുക. ആ ജീവിത നിലവാരം ഒരുപക്ഷെ സാധാരണ മറ്റുള്ളവർക്ക് കിട്ടുന്ന, സമൂഹത്തിൽ കിട്ടുന്ന മാന്യതയേക്കാൾ ഒരല്പം കുറവാണെങ്കിൽ പോലും സാരമില്ല. നിങ്ങൾക്ക് സന്തോഷവും സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കണം. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി അക്കൗണ്ടിലിട്ടും ബെൻസ് കാറിലും ഒക്കെ പിന്നെ ആളുകളുടെ മുമ്പിൽ കൂടെ നടക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് ഒരുപക്ഷെ കൂലിപ്പണിക്ക് പോയാൽ കിട്ടത്തില്ല എങ്കിലും സമാധാനത്തോടെ ഉറങ്ങാം, അന്തസ്സായിട്ട് കിടന്നുറങ്ങാം. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് കിടന്നുറങ്ങാം, അല്ലേ? ആളുകളെ പറ്റിച്ചിട്ട് എന്തിന് കോടികളുണ്ടാക്കി? നമുക്കറിയാം ജിജി മാരിയോ, അല്ലേ? ആ കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ 2 മാസം കേട്ടാണ്. വലിയ പ്രഭാഷകരായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നില്ലേ? എന്താ സംഭവിച്ചത്? യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. അവരുടെ തനി സ്വഭാവം, അവരെങ്ങനെയാണ് ജീവിച്ചതെന്നും എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്നും എങ്ങനെ അവരുടെ ജീവിത രീതി നിലവാരം എന്താണെന്നൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞു, അല്ലേ? അപ്പം അതേപോലെ കപടതയുടെ പുറകെ പോകാതെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനം കിട്ടുന്ന, നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലാണെങ്കിൽ പ്രാർത്ഥിച്ചു. അത് നിങ്ങൾ 10 പൈസ മുടക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കള്ളനും കൊള്ളക്കാരനും പൈസ കൊടുത്തിട്ട് ശാന്തി സമാധാനം മേടിക്കാതിരിക്കുക. എന്തിനു വെറുതെ? ഇപ്പൊ നമ്മൾക്കറിയാം ഓരോ ധ്യാന കേന്ദ്രങ്ങൾ ഓരോ കാലത്തിനനുസരിച്ചാണ് ഇപ്പൊ ധ്യാന കേന്ദ്രങ്ങൾ. മുൻപ് പേര് കേട്ട ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഇപ്പൊ പൂട്ടി. ഇപ്പൊ ട്രെൻഡ് വേറെ, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. ഇപ്പൊ ഓരോ പുതിയ ധ്യാന കേന്ദ്രങ്ങൾ വരുന്നു. കുറച്ച് നാളത് ട്രെൻഡ് ആകുന്നു, കുറച്ച് നാളത്തേക്ക് അത് പിന്നെ പേര് കേട്ട് ലോകം പിന്നെ നാട് മുഴുക്കി അത് അറിയുന്നു. കുറെ വിശ്വാസികൾ അങ്ങോട്ട് ഓടുന്നു, അവിടുന്ന് കുറെ അനുഗ്രഹം മേടിച്ചെടുക്കുന്നു. അതിന്റെ 10 ഇരട്ടിയായിട്ട് കാശ് ഇവിടുന്ന് അങ്ങോട്ടും മേടിച്ചെടുക്കുന്നു. തിരിച്ചറിവ് വരുമ്പോഴേക്കും ധ്യാനകേന്ദ്രം പൂട്ടേണ്ട അവസ്ഥ വരും. ജനങ്ങൾക്ക് തിരിച്ചറിവ് വരുമ്പോൾ പൈസ മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ജനങ്ങൾ പോകാതാവും. അത്യാവശ്യം ഒരു 10 തലമുറക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി കഴിയും. പിന്നെ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഈ ധ്യാനകേന്ദ്രം നടത്തുന്നവർക്ക് പൈസയും വേണ്ട, പിന്നെ ആളുകളും വേണ്ട, ധ്യാനം വേണ്ട. പിന്നെയുള്ള ലൈഫ് അവരുടെ സുഭിക്ഷമാണ്. കാരണം അക്കൗണ്ടിൽ ഉണ്ടാക്കാവുന്നതെല്ലാം മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ ആര് വഴിയാണ്? നമ്മളെപ്പോലത്തെ വിശ്വാസികൾ, നമ്മുടെ ലഹരിയാണ് വിശ്വാസം. ആ ലഹരിയെ മുതലെടുത്തുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണത്. ദയവ് ചെയ്ത് ഇത്തരം മണ്ടത്തരങ്ങൾക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുക. ഈ കള്ളൻ്റെയും കൊള്ളക്കാരനെയൊക്കെ മുമ്പിൽ പോയി നിന്നിട്ട് കൈപൊക്കാനും കാല് പൊക്കാനും ചാടാൻ പറയുമ്പോൾ ചാടാനും ഇത്രയും കോപ്രായം നിങ്ങളിട്ട് കളിപ്പിക്കുകയാണ് ഇവര്. ചാടിക്കുക, തുള്ളിക്കുക, ഡാൻസ് കളിക്കുക, കോപ്രായം കാണിക്കുക, കൂത്താട്ടം കാണിക്കുക. എന്നിട്ട് ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കാണിക്കുന്നത് ഡാൻസാണ്. ഡാൻസ് ചെയ്യിക്കാണ്, ഇത് ഡാൻസാണ്. ഓ, ഞാൻ ഓർക്കണം, ഇത് എന്തൊരു ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇത്രയും ലഹരിയായി പോകുന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ തിരിച്ചറിയുന്നില്ല ഈ ജനങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല ഇവർ പറ്റിക്കപ്പെടുകയാണെന്നുള്ളത്? എന്നെങ്കിലും ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു കാലം വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിലായ ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മളൊക്കെ അന്ന് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ നമ്മളൊന്നും ഇല്ലെങ്കിലും നമ്മളീ പറഞ്ഞു വെച്ചത് ഇന്നല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും ഇപ്പോൾ 100 വർഷം കഴിഞ്ഞാലും നമ്മളൊക്കെ പറഞ്ഞു വെച്ചത് ആരെങ്കിലുമൊക്കെ കേട്ടാൽ അത്രയും സന്തോഷം, അത്രയും സമാധാനം. ഒരുപക്ഷെ അന്നത്തെ തലമുറ ചിന്തിക്കും, 100 വർഷം മുമ്പ് പറയാൻ ഒരാളുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ 100 വർഷം മുമ്പ് പിന്നെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരുന്നല്ലോ എന്ന്. അത് മതി, അത്രയും മാത്രം മതി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വരുന്ന 100 വർഷത്തിനുള്ളിൽ ഈ മതങ്ങൾ കംപ്ലീറ്റ് പെട്ടിയിലാവും. ഒരു മതവും ഉണ്ടാകത്തില്ല. മനുഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യൻ്റെ നല്ല നല്ല ചിന്തകളും നല്ല നല്ല പ്രവൃത്തികളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ പറ്റിക്കപ്പെടാനായിട്ട് ഒരു മനുഷ്യനും 100 വർഷം കഴിഞ്ഞ് ഉണ്ടാകില്ല. ഒരു മനുഷ്യനും പറ്റിക്കപ്പെടത്തില്ല. മതങ്ങളെല്ലാം പൂട്ടിക്കെട്ടും. ഇത് സത്യമുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, നന്ദി.